അല്ലാഹു തആല നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മോമിനീങ്ങളെ, ഇന്ന് ഈ വർഷത്തെ റമദാനിലെ 24ാമത്തെ തറാവീഹാണ് ഇപ്പോൾ നമ്മൾ നിസ്കരിച്ചത്. റമദാൻ ഇങ്ങനെ നമ്മോട് യാത്ര പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നമുക്ക് റമദാൻ 30 കിട്ടിയാൽ പോലും അടുത്ത ഈ ദിവസം തറാവീഹ് ഇല്ല. ഉണ്ടാവില്ല. റമദാൻ 30 കിട്ടിയാൽ വ്യാഴാഴ്ച പെരുന്നാളായി കാരണം പിന്നെ ബുധനാഴ്ച മഗ്‌രിബോട് കൂടി നമ്മൾ ശവ്വാലിലേക്ക് പ്രവേശിക്കും. അള്ളാഹു നമുക്ക് ആരോഗ്യമുള്ള ദീർഘായുസ്സ് തരട്ടെ. ഒരുപാട് റമദാനുകളെ ഇനിയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. നാളെ 25-ന്റെ രാവാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയാണ്. വെള്ളിയാഴ്ച രാവാണ്. ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ. അതുകൊണ്ട് നാളെ വളരെ നേരത്തെ തന്നെ പള്ളിയും എഴുത്തിക്കാഫും നിസ്കാരവും ദുആയും ഒക്കെ ആയിട്ട് എല്ലാവരും സജീവമാകണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. ഒരൊറ്റ ഹദീസ് പറഞ്ഞിട്ട് നമ്മൾ കുറേ ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ട പട്ടിക്കാടൻ അബ്ദുൽ മജീദ് എന്നവരുടെ പേരിൽ അവരുടെ ആണ്ടാണ് നാളെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് ചീരണി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് ദുആ ഇറക്കാം. ബഹുമാനപ്പെട്ട സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബികളുടെ കൂട്ടത്തിൽ അൻസാറുകളിൽപ്പെട്ട മദീനക്കാരനായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അയാൾ വലിയ കച്ചവടക്കാരനായിരുന്നു. പല നാടുകളിലേക്കും കച്ചവടത്തിന് പോകുന്ന മനുഷ്യനാണ്. എന്നാൽ അതോടുകൂടി വലിയ ആബിദായ ഒരു മനുഷ്യനുമായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഒരിക്കൽ വലിയ കച്ചവട ചരക്കുകളുമൊക്കെയായി മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആ കച്ചവട വാഹനങ്ങളുടെ മുമ്പിലേക്ക് ഒരു വലിയ കൊള്ള സംഘം, ഒരു കള്ളൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഈ കള്ളൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ കൂടെ എന്തൊക്കെ ഉള്ളത് അതൊക്കെ ഇവിടെ വെച്ച് എനിക്ക് സമർപ്പിച്ചളാ, ഞാൻ എന്നെ കൊല്ലാൻ പോകണ എന്ന് പറഞ്ഞു. ഇത് സ്വഹാബിയാണ്. ആ കള്ളനെ വർത്തമാനം പറഞ്ഞപ്പോ ഈ സ്വഹാബി വര്യനായ മനുഷ്യൻ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടത് എന്റെ സമ്പത്തല്ലേ? സമ്പത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലുന്നത്? എന്റെ ജീവൻ നിങ്ങൾക്കൊന്ന് വെറുതെ എന്റെ കയ്യിലേക്ക് തന്നുകൂടെ? സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് തന്നാൽ എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടുകൂടെ? അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല, എനിക്കിത് രണ്ടും വേണം. നിങ്ങളെ സമ്പത്തും വേണം, നിങ്ങളെ ജീവൻ എനിക്ക് വേണം. ഇത് രണ്ടും കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വഹാബി വര്യനും പറയുകയാണ്, അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ എന്റെ ഒരു അവസാനത്തെ ആഗ്രഹം നിങ്ങളൊന്ന് സാധിപ്പിച്ചു തരുമോ? അയാൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം? എനിക്കൊന്ന് വുളൂ ചെയ്ത് ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നിങ്ങൾ അനുമതി തരുമോ? ആ കള്ളൻ അനുമതി കൊടുക്കുകയാണ്. തന്റെ വാഹനത്തിലുണ്ടായിരുന്ന വെള്ളമെടുത്ത് അയാൾ വുളൂ ചെയ്യുകയാണ്. ഫസ്വല്ലാ 4 റക്അത്ത് 4 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി ആ മരുഭൂമിയിൽ വെച്ച് അയാൾ നിസ്കരിക്കുകയാണ്. 4 റക്അത്ത് നിസ്കരിച്ചു. 4ാമത്തെ റക്അത്തിലെ സുജൂദിൽ കടന്നിട്ട് അദ്ദേഹം ഒരു പ്രത്യേകമായ പ്രാർത്ഥന നടത്തി. എന്താണ് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന എന്നറിയുമോ? യാ വദൂദ് യാ ദൽ അർശിൽ മജീദ് യാ ഫഅാലൻ ലിമാ യുരീദ് اللهم إني أسألك بعزك الذي لا يرام لا يضام وبملكك الذي لا يرام وبنورك الذي ملا أركان عرشك أن تكفيني شر هذا اللص يا مغيث أغثني يا مغيث أغثني يا مغيث أغثني. ഖുത്ബിയത്തിന്റെ ദുആയിൽ ഈ വചനം കാണുന്നത് ഈ സ്വഹാബി നടത്തിയ ദുആആണെന്നാണ്. ഈ ദുആ അങ്ങ് ഖൽബ് പൊട്ടി നിസ്കാരത്തിന്റെ 4ാമത്തെ റക്അത്തിലെ 2ാമത്തെ സുജൂദിൽ കടന്ന് യജമാനനായ അല്ലാഹുവിനെ വിളിച്ചിട്ട് ദുആ ചെയ്യുകയാണ്. എല്ലാത്തിന്റെയും പരമാധികാരിയായ അല്ലാഹ്, അൻത കഫിയനി ശർറ ഹാദൽ ലിസ്സി, ഈ കള്ളന്റെ ശർറ് എനിക്ക് നീ അവസാനിപ്പിച്ചു തരണേ അല്ലാഹ്. എല്ലാവരെയും സഹായിക്കുന്ന അല്ലാഹ്, എന്നെ ഇവിടെ വെച്ച് സഹായിക്കണേ അല്ലാഹ്.
3 വട്ടം അയാൾ ഈ വാചകം ദ്വാർന്നു. ദുആൻ കഴിഞ്ഞ് അദ്ദേഹം സലാം വീട്ടേണ്ട താമസം. എന്താ അത്ഭുതം ഉണ്ടായെന്ന് അറിയുങ്ങൾ, ആ മരുഭൂമിയിലേക്ക് ഒരാളിങ്ങനെ കുതിരമ്മ യാത്ര ചെയ്ത് വരുന്നുണ്ട് ഇവരുടെ അടുത്തേക്ക്. ഒരു കുതിരപ്പടയാളി വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലാകട്ടെ നല്ല ശക്തമായ ആയുധമുണ്ടായിരുന്നു. ഈ കുതിരപ്പടയാളി നേരാ കള്ളന്റെ സമീപത്തേക്ക് ചെന്നപ്പോ ആ കള്ളൻ അദ്ദേഹത്തോട് പോരാടാൻ നിൽക്കുകയാണ്. ഒരു ചെറിയ പോരാട്ടത്തിനൊടുവിൽ വന്ന യാത്രക്കാരൻ ആ കള്ളനെ കൊന്നു കളയുകയാണ്. വന്ന ആള് തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ സ്വഹാബി പറഞ്ഞു, ബിഅബീ അൻത വ ഉമ്മീ, എന്റെ ഉപ്പയും എന്റെ ഉമ്മയും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. മൻ അൻത, ആരാണ് നിങ്ങളെന്ന് എന്നോട് പറഞ്ഞു തരുമോ? വന്നാള് പറഞ്ഞു, അനൽ മലക്കു ഫിസ് സമാഇർ റാബിഅ, ഞാൻ 4-ാം ആകാശത്തിൽ നിലകൊള്ളുന്ന ഒരു മലക്കാണ്. നിങ്ങൾ ഈ ദുആ 3 തവണ ദുആ ചെയ്തില്ലേ? 1-ാമത്തെ തവണ നിങ്ങൾ ദുആ ചെയ്തപ്പോ ആകാശത്തിന്റെ വാതിലുകളിൽ ശക്തമായ ഒരു മുട്ടൽ കേൾക്കുകയാണ്. 2-ാമത്തെ തവണയും നിങ്ങൾ ദുആ ചെയ്തപ്പോ ആകാശവാസികളായ മലക്കുകൾ വലിയ ശബ്ദത്തിൽ അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. 3-ാമത്തെ തവണയും നിങ്ങൾ ദുആ ചെയ്തപ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളം വരികയാണ്. ദുആ മക്റൂബ്, വലിയ പ്രയാസത്തിൽ കുടുങ്ങിയ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ആ മനുഷ്യനെ സഹായിക്കാനും അയാൾ എന്ത് പ്രയാസത്തിലാണ് കുടുങ്ങിയതെങ്കിൽ ആ പ്രയാസം അയാളെ രക്ഷപ്പെടുത്താനുള്ള തൗഫീഖും അവസരം എനിക്ക് തരണേ എന്ന് ഞാൻ ചോദിച്ചു. അള്ളാഹു എനിക്ക് അവസരം തന്നു. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ വന്നത്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅലം അന്നമൻ തവല്ലാ വസല്ല 4 റകഅത്ത്, ആരെങ്കിലും ഒരാൾ വുളൂ ചെയ്യുകയും 4 റകഅത്ത് നിസ്കരിക്കുകയും ചെയ്താൽ, എന്നിട്ട് 4-ാമത്തെ റകഅത്തിലെ അവസാനത്തെ സുജൂദിൽ കടന്ന് ഈ ദുആ ഉണ്ടല്ലോ, അത് 3 തവണ ദുആ ചെയ്യുകയും ചെയ്താൽ എന്ത് പ്രയാസത്തിൽ അയാൾ അകപ്പെട്ടാലും അല്ലാഹു ആ വിഷമത്തിൽ നിന്ന് പരിഹാരം നൽകുന്നതാ. ഞാൻ പറഞ്ഞതിനറിങ്ങൾ ഇങ്ങനെ ചില ദുആകളുണ്ട്. എന്നിട്ടാണ് ഈ ഇടങ്ങേറാകണ സമയത്ത് അള്ളാഹുവിനെ വാനോളം പുകഴ്ത്തിയിട്ട് അള്ളാഹിനോട് ചോദിക്കണ ചില ചോദ്യങ്ങൾ, അത് അപ്പം തന്നെ അള്ളാഹു നടത്തി കൊടുക്കുന്ന. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം 12 വയസ്സായ കുട്ടിയാണ്. തന്റെ 10 സഹോദരങ്ങൾ ചേർന്ന് കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. ആ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ട സമയം ആ ചെറിയ കുട്ടി തന്റെ ഉപ്പ പറഞ്ഞു കൊടുത്തൊരു വാചകം ചൊല്ലുകയാണ്, യാ ഷാഹിദൻ ഗൈറ ഗായിബ് വയാ ഖരീബൻ ഗൈറ ബഈദ് വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബ് ഇജ്അൽ ലീ മിൻ അംരി ഫറജൻ വമഖറജാ. ഞാൻ ദ്വാരന്നവർ ഈ കുട്ടിയെ കിണറ്റിക്ക് എറിഞ്ഞ്, കിണറ്റിക്ക് എത്ര ദൂരം, 12-13 കോലുള്ള കിണറാണിത്. ആ കുട്ടി കിണറിലെത്തിയപ്പോഴേക്കും അവിടെ ആരെത്തി? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. മലക്കാണ് ആ കുട്ടിയെ പാറമ്മലിരുത്തിയതും ആശ്വാസം നൽകിയതൊക്കെ. പിന്നെ യൂസുഫ് നബി പ്രവാചകനായതിന്റെ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നബിയെ, നിങ്ങൾ അന്ന് ആ കിണറിന്റെ പക്കത്തിരുന്ന ദുആ ദ്വാരക്കുമ്പോ കുന്തു ഇന്ദ ഖവാഇമിൽ അർശി, ഞാൻ അർശിന്റെ കാലും അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അള്ളാഹു നിങ്ങളെ ദുആന് കേട്ടപ്പോ എന്നോട് പറഞ്ഞു, അതിരിക്ക അബ്ദി, വേഗം എന്റെ അടിമയെ പിടിക്കണട്ടോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ 7-ാം ആകാശത്തിന്റെ അപ്പുറത്തു നിന്നാണ് നിങ്ങൾ ആ കിണറിലെത്തിന് മുമ്പ് അവിടെ എത്തിയത്. ആദ്യം ഞാൻ എത്തിയിട്ട് ഞാനാണ് നിങ്ങളെ പിടിച്ചത് എന്ന് പറഞ്ഞു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. അങ്ങനെ ചില ദുആകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിൽ 24-ാമത്തെ തറാവി ഒരാൾ നിസ്കരിക്കുമ്പോ അല്ലാഹു ആ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തെന്നറിയുമോ? കാന ലഹു 24 ദഅവതൻ മുസ്തജാബ. ആ മനുഷ്യന് ഉത്തരം നൽകപ്പെടുന്ന 24 ദുആകൾക്കുള്ള അവസരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ നിസ്കാരക്കാർക്ക് 24 ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന ദുആ ഉണ്ടാവുന്ന. ഇന്ന് തറാവി കഴിഞ്ഞിട്ട് പെരയിൽ പോയിട്ട് കിടക്കണതിന്റെ മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ അള്ളാഹിനോടൊന്ന് പറഞ്ഞ് ദുആ ഇറങ്ങുന്നുണ്ട്.
അത് ഉത്തരം നൽകപ്പെടാൻ വളരെ സാധ്യതയുള്ള ദുആ ആണ്. കാരണം ഇന്നത്തെ തറാവീഹിന്റെ ശേഷം തറാവീഹുകാർക്ക് ഉത്തരം നൽകപ്പെടുന്ന 24 ദുആ ഉണ്ടെന്നാണ്. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തുള്ള ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. കുറേ ആളുകൾ മരിച്ചവർക്ക് ദുആ എടുക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു, പട്ടിക്കാട് അബ്ദുൽ മജീദ് എന്നവരുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ചീരണി കൊടുത്തിട്ടുണ്ട്. അവരുടെ ആണ്ടാണ് നാളെ എന്ന് പറഞ്ഞു. അതുപോലെ മണ്ണാർ മലയിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒപ്പം കുഞ്ഞു മുഹമ്മദ് എന്നവർ ഇന്ന് അത്തായ സമയത്താണ് രാവിലെ മരണപ്പെട്ടത്. അവരുടെ ഖബറിൽ ആദ്യ രാത്രിയാണെന്ന് അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ തിരൂര് ചമ്രവട്ടം ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഉപ്പയും ഉമ്മയും 2 സഹോദരിമാരും ഒരു അനിയനും മരിച്ചിട്ടുണ്ട്. അതിൽ 2 ആളുകളുടെ ആണ്ട് നടക്കുന്നത് ഈ റമദാനിലാണ്. പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്കൊരു ചെറിയ ദ്വാര നടത്തിയിട്ട് പിരിയൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد كله كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس خناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നിസ്കാരവും ഞങ്ങളുടെ ദുആയും എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നരകമോചനം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെയും മനസ്സിലുള്ള ഖൈറായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. റബ്ബേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എളുപ്പമുള്ള വഴി നീ തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളുടെ മുമ്പിൽ നീ തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വഷളത്തരത്തിലാക്കരുത് അല്ലാഹ്. റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഈ പള്ളിയുടെ പരിസരങ്ങളിൽ മറവിട്ട് കിടക്കുന്നുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ മറവിട്ട് കിടക്കുന്നവരുണ്ട്. ഇതിന്റെ പരിസരങ്ങളിൽ മറവിട്ട് കിടക്കുന്ന സാദാതീങ്ങളും പണ്ഡിത മഹത്തുക്കളും ഒക്കെ ഉണ്ട്. എല്ലാവരുടെയും ഹളറത്തിലേക്ക് മജ്ലിസിന്റെ സമാപത്തിക്കണേ അല്ലാഹ്. ലോകത്തുനിന്ന് മരണപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടുകാരനായ അബ്ദുൽ മജീദ് എന്ന സഹോദരന്റെ പേരിൽ പ്രത്യേകം ഇന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതന്റെ ഉപ്പ കുഞ്ഞു മുഹമ്മദ് എന്നവർ മണ്ണാർമലയുള്ളവരാണ്. ഇന്ന് രാവിലെ മരണപ്പെട്ടിട്ടുണ്ട്. തിരൂര് ചമ്രവട്ടത്തുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും 2 സഹോദരിമാരുടെയും അനിയന്റെയും പേരിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബറുകളിലേക്ക് ഈ മജ്ലിസിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. എല്ലാവരുടെയും ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഖബറിന്റെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമളാനിന്റെ വെളിച്ചം അവർക്ക് സമ്മാനിക്കണേ അല്ലാഹ്. അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്ത നന്മകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. വന്നുപോയ തെറ്റുകളൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മജ്ലിസിലേക്ക് കൊണ്ടുവന്ന സ്വതക്കയും ചീരണയും ആ കുടുംബത്തിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ്. മരണപ്പെട്ട അവരുടെ ഉപ്പയുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ ജന്നത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ നിസ്കാരവും ജമാഅത്തും മജ്ലിസും അതിന് കാരണമാക്കണേ അല്ലാഹ്. ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ നിങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا
عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും ആ ചീരിനൊക്കെ തിന്നിട്ട് പോകണം കേട്ടോ. അസ്സലാമു